ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു നിവ വ്ളോഗ്സ്. അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ എഗെയിൻ കുറേ ലൈഫ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലും നിവയുടെ കുറേ അപ്ഡേറ്റ്സ് വളർച്ചകളൊക്കെ നമുക്ക് കുറേ നാൾക്ക് ശേഷം യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴാണെങ്കിലും നിവയുടെ കുറേ കുഞ്ഞിലത്തെ മുതലുള്ള കുറേ വീഡിയോസ് ഫോണിൽ നിന്നൊക്കെ പോയി, ഫോട്ടോസൊക്കെ ആണെങ്കിലും പോയി. നമുക്ക് ഫോണൊക്കെ എപ്പോഴും മാറി പോകുമല്ലോ, ചിലപ്പോൾ ഫോൺ പോകുമല്ലോ. അപ്പം നിവയും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഓരോന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്, മൈൻഡ് ചെയ്യേണ്ട. അപ്പം നിവയുടെ ഇടയ്ക്ക് പല്ലൊക്കെ കുറേ കേടായിട്ടുണ്ടായിരുന്നു കേട്ടോ, മിഠായിയൊക്കെ കഴിച്ച്. അപ്പോൾ അത് ചേട്ടായി ഇടയ്ക്ക് അടച്ചൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആളൊട്ടും കോപ്പറേറ്റ് ചെയ്തിരിക്കുന്നില്ലായിരുന്നു കേട്ടോ. ആദ്യം പല്ലടയ്ക്കാൻ പോകാനായിട്ട് വീട്ടിൽ നിന്നൊക്കെ നല്ല ഉത്സാഹമായിരുന്നു. ഇതാണ് നിവ ഫസ്റ്റ് ടൈം ഡെൻ്റൽ ക്ലിനിക്കിൽ കയറി പപ്പയുടെ കയ്യിൽ നിന്ന്, ചേട്ടായുടെ കയ്യിൽ നിന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവളുടെ പല്ല് നന്നായിട്ട്, 2 പല്ല് നന്നായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം നമ്മളന്ന് അടച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരെണ്ണം കൂടി അടയ്ക്കാനുണ്ട്. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നിവ അടുത്തിരുന്ന് ഫുൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ പറയട്ടോ. ഞാൻ പറയുന്നതിൻ്റെ ബാക്കി ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു കസിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതും നല്ല ഭംഗിയുള്ള, ഭയങ്കര വെൽ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ബർത്ത്ഡേ ഇത്രയും ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് കൂടുന്നത് കേട്ടോ. നമുക്ക് ഒരു ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. നല്ല സ്റ്റേജും ഒക്കെ ആയിരുന്നു. അടിപൊളിയായിട്ടുള്ള ഈവൻ്റ് ആയിരുന്നു കേട്ടോ. ഫുഡാണെങ്കിലും അതുപോലെ ലൈറ്റിങ്സും ഡെക്കറേഷൻസും എല്ലാവരും, നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുവാവേനെ ഇങ്ങനെ കാറിലൊക്കെ കൊണ്ടുവന്നു. അതിനുശേഷം കുഞ്ഞാവ് ഇറങ്ങിയപ്പം നിവ അതിൽ കയറി, കാറിൽ കയറി ഇരിപ്പുണ്ട്. നിവാനും എന്താ കുറേ കൂട്ടുകാരെ നിവയ്ക്ക് എവിടെ ചെന്നാലും കൂടെ കിട്ടും. ഇപ്പോഴും നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുമ്പം നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങളിൽ എപ്പക്കിടലായിരുന്ന കാര്യങ്ങളും ഒക്കെ പഴയ യൂട്യൂബിൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഇപ്പോൾ ചേട്ടൻ ഇടയ്ക്ക് പറയും കുറേ കാര്യങ്ങളെടുത്ത് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ. കാരണം കുറേ നാൾ കഴിയുമ്പം യൂട്യൂബ് എന്താണെങ്കിലും അങ്ങനെ കണ്ടിന്യൂസ് കാണുമല്ലോ. നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. പക്ഷേ യൂട്യൂബ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേ വർഷം കഴിയുമ്പം ഈ ഫംഗ്ഷൻസും ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നമ്മുടെ മെമ്മറിയിൽ കൊണ്ടുവരാം. അപ്പം നിവയാണ് കുഞ്ഞുവാവയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ നിവയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് നമ്മുടെ കസിൻ്റെ ഈ 2 പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരുണ്ടെങ്കിൽ നിവ ഭയങ്കര ഹാപ്പിയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞുവാവ് മാറിയപ്പം നിവ വണ്ടിയിൽ കയറി. നിവാനും ഉന്താൻ കുറേ ചേട്ടായിമാരും ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയല്ലേ വണ്ടി കാണാനായിട്ട്. നിവ ഇതുപോലൊരു വണ്ടി വാങ്ങാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് പറയാറുണ്ട്. അപ്പം ഇച്ചിരി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വാങ്ങാനായിട്ട്. അവിടെ അത്ര അങ്ങ് ഓടിക്കാറൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതുപോലൊരു വണ്ടി നിവയ്ക്കും വാങ്ങാം. നിന്നെ കൂടാതില്ലല്ലോ, നിന്നുള്ളിൽ കാലം ഒന്നര പണി കാണാൻ
അപ്പോൾ നമ്മുടെ ഫാമിലി ഫംഗ്ഷന് നിവയുടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ അതേപോലെ ഇടാണ്. കോപ്പിറൈറ്റ് അടിക്കുമെന്ന് എനിക്കറിയാം. അതേ പാട്ടും അതേ കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ ഞാൻ പ്ലേസ് ചെയ്യുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മോണിറ്റൈസേഷൻ അങ്ങനെയൊന്നും എന്താ പറയുക ആലോചിച്ചിട്ടല്ല. ജസ്റ്റ് നമ്മുടെ ഒരു മെമ്മറിക്ക് വേണ്ടിയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങ് പാട്ട് സഹിതം ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അതിനുശേഷം നിവായായിട്ട് ഒരു സൺഡേ ഫസ്റ്റായിട്ട് അവളെ മെട്രോയിലൊക്കെ കയറ്റി ലുലു മാളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഫാസ്റ്റായിട്ട് തന്നെ എടുത്തൊരു ഡിസിഷനായിരുന്നു. അതുകൊണ്ട് ഒത്തിരി വീഡിയോസൊന്നും അതിനെ നമുക്ക് ഷൂട്ട് ചെയ്യാനില്ല. ഇതാണ് നിവയുടെ ഫസ്റ്റ് മെട്രോ യാത്ര. അവൾ ആദ്യമായിട്ടാണ് ലൈഫിൽ ഇത്രയും ദൂരം, നമ്മൾ ഇടുക്കിയിൽ നിന്ന് എറണാകുളം വരെ ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മൾ മെട്രോയിൽ നിന്നാണ് ലുലു മാളിലേക്ക്, ലുലുവിലെ സ്റ്റേഷനിലാണ് നമ്മൾ വന്നിറങ്ങിയത്. നമ്മൾ അവിടുന്ന് പിന്നെ ലുലു മാളിലേക്ക് എൻ്റർ ചെയ്യുമായിരുന്നു. അവൾക്ക് അവിടെ പ്ലേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഫണ്ടൂറയിൽ കുറേ സമയം അവൾ എൻജോയ് ചെയ്തു. എനിക്കൊന്ന് 6 മാസത്തെ എന്തോ വാലിഡിറ്റി അതിന് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും അവൾ ഇതിനകത്ത് എന്താ പറയുക, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മിരാന്ന് ഓടി ഓരോ റൈഡിൽ നിന്ന് നമ്മൾ ചാടി പോയിരുന്നു കേട്ടോ. ഫുഡും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. അവളെ ഫസ്റ്റ് ടൈം നമ്മൾ ഇത്രയും ദൂരം, അവളുണ്ടായതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇത്രയും ദൂരം നമ്മൾ അവളുമായിട്ട് ട്രാവലിങ്. പിന്നെ ഒരു തവണ നമ്മൾ വേളാങ്കണ്ണിക്ക് പോയിട്ടുണ്ട്. അതല്ലാതെ ഇങ്ങനെ എറണാകുളം സൈഡ് ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ. നമ്മൾ കാറും കൊണ്ടാണ് പോകുന്നത്. കാർ നമ്മൾ ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിർത്തിയിട്ടിട്ടാണ് അവിടുന്ന് മെട്രോയിൽ കയറിയാണ് നമ്മൾ ലുലു മാളിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അവളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ജുമാഞ്ചിയിലൊക്കെ മിക്കവാറും തന്നെ അവളെ കൊണ്ടുപോകാറുണ്ട്. എനിക്കൊന്നു ജുമാഞ്ചിയിലാണ്, കട്ടപ്പനയുള്ള ജുമാഞ്ചിയിലാണ് അവൾ കുറച്ചുകൂടെ എൻജോയ് ചെയ്യുന്നത്. അവിടെ കുറച്ചുകൂടെ അല്ലാത്ത റൈഡുകളും കൊണ്ടുണ്ട്. ഇവിടെ പിള്ളേർക്ക് കയറാൻ പറ്റുന്ന റൈഡ്സ് കുറവായിരുന്നു. അവളുടെ ഏജിൽ കയറാൻ പറ്റുന്ന റൈഡ്സ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ ഒത്തിരി റൈഡുകളിലൊന്നും എനിക്ക് 4-5 റൈഡിലൊക്കെയാണ് കയറാൻ പറ്റിയെന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് 90 സെൻറ്റിമീറ്റർ മുകളിലേക്കുള്ളവർക്കാണ് കയറാൻ പറ്റുന്ന റൈഡ്സുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇവർക്ക് കുഞ്ഞു പിള്ളേർക്ക് പറ്റുന്ന കുറച്ച് റൈഡ്സ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പിള്ളേരുടെ ഒരു സന്തോഷം, അതിനുവേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം അങ്ങനെ അവളെ കൊണ്ട് നമ്മൾ ഇങ്ങനെ റൈഡിലൊക്കെ കയറ്റി ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ അവിടെ വെച്ച് അവൾ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു ഓരോ റൈഡിലും അവൾ ഇരുന്നുകൊണ്ടിരുന്നത്. ഉച്ചയൊക്കെ ആയി, എന്നാലും ഫുഡൊക്കെ കഴിക്കാൻ വിളിച്ചിട്ട് പോലും ആൾ വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ലുലു മാളിൽ പോകുന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതിൽ ഷോപ്പിംഗ് ചെയ്യാനാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ചേട്ടായിക്കും നിവായിക്കും ഇതുപോലുള്ള റൈഡിലൊക്കെ കയറാനാണ് ഇഷ്ടം. ചേട്ടായിയും അവളുടെ കാർഡ് ഉപയോഗിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓൺലൈൻ സ്റ്റോറിന് വേണ്ടി കുറച്ച് സ്റ്റോക്കൊക്കെ എടുക്കാനൊക്കെയാണ് എറണാകുളത്ത് വരണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്ന് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ കുറേ സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ രാത്രിയോട് കൂടിയാണ് അവിടുന്ന് തിരിക്കുന്നത് കേട്ടോ. എനിക്കൊന്ന് 7 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ച് കോതമംഗലം വരുന്നത്. പിന്നെ അന്ന് എന്താണെങ്കിലും മഴയൊന്നുമില്ലായിരുന്നു. നമ്മൾ ആ മഴ ടൈമിലാണ് പോയത്. പക്ഷേ അന്നത്തെ ദിവസം നമുക്ക് കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല ചെയ്യാം. അല്ലെങ്കിൽ എനിക്കും പേടിയാണ്, കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ കോതമംഗലത്ത് നിന്ന് നല്ല കാട് ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് മഴയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ട്രാവലിങ്. അതും കൊച്ചിനെ കൊണ്ട് പോകുമ്പോൾ അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടിയാണ്. പിന്നെ ഇവളുടെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ പോകുമ്പോൾ ഭയങ്കര പാടായിരുന്നു ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അവൾ എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്ത് പരമാവധി എന്താ പറയുക, ഭയങ്കര അവളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ച് തുടങ്ങിയതുകൊണ്ട് നമുക്ക് ഇച്ചിരിയും കൂടി എളുപ്പമുണ്ട് അവളെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പം. പിന്നെ കുതിരപ്പുറത്തൊക്കെ കയറാനായിട്ട് ഒക്കെ അവൾക്ക് എല്ലാത്തിനും റെഡി ആയിരുന്നു. റൈഡിലൊന്നും കയറാനായിട്ട് അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ അവിടെ നിന്നപ്പോൾ ചില കുട്ടികളൊക്കെ റൈഡിലൊക്കെ കയറാനായിട്ട് പേടിച്ചിട്ട് മാറി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെന്താണെങ്കിലും പേടിയൊന്നുമില്ലാതെ എല്ലാ റൈഡിലും കയറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവൾക്കും ആ ഈ ഒരു ഐസ്ക്രീം എക്സ്പെരിമെൻറ്റ്, ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ദേഷ്യം വരുമായിരുന്നു. കിട്ടുന്നില്ലോ എന്തായി ചേട്ടൻ തരാത്തതെന്ന് ഓർത്തിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞോളൂ മാറോ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവൾക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെയുള്ള കാര്യങ്ങൾ, നമ്മൾ ഒന്നാമത് ബിസി ടൈമാണ്. നമുക്ക് ഓണമൊക്കെ പ്രമാണിച്ച് ഓൺലൈൻ ഭയങ്കര ബിസി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്നാലും ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതും എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അവളെ എപ്പോഴെപ്പോഴും കൊണ്ട് നടക്കുന്നതും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കതൊരു മെമ്മറിയാണല്ലേ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ മൈൻഡിൽ നിന്ന് മറന്നുപോകും. അത് എനിക്ക് പിന്നീടാണ് മനസ്സിലാവും. ഇപ്പം ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഇതിനകത്ത് ലാസ്റ്റ് വീഡിയോസൊക്കെ കാണുമ്പോഴാണ് ഇന്ന സമയത്ത് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ എന്നൊരു മെമ്മറി നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ബിസിനസ്സും അതേപോലെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു സ്റ്റോർ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുളിയമ്മലയിൽ DTDC ഓഫീസിനോട് ചേർന്ന് നമ്മൾ DTDC പർച്ചേസ് ചെയ്തു. അതുപോലെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ നമ്മുടെ സ്റ്റോറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ചവറ് പിടിച്ച് കിടക്കുന്നൊരു പ്ലേസ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാം. ഞങ്ങൾ ആദ്യം വരുമ്പം 5-8 കൊട്ട വേസ്റ്റ് ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ
എന്താ പറയുക ഒരു പ്ലേസ് ആയിരുന്നു. പിന്നെ നമ്മളുടെ എഫേർട്ട് കൊണ്ടത് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റും. നമുക്കൊന്നും ടൈം ഇല്ലായിരുന്നു. പക്ഷേ ഞാനും ചേട്ടാ എല്ലാവരും കൂടെ മാക്സിമം സമയത്ത് അവിടെ ചെല്ലുകയും അത് ഫുള്ള് ക്ലീൻ ചെയ്ത് ആ ഒരു ഓഫീസാക്കി, ഏകദേശം ഒരു ഓഫീസിൻ്റെ അറ്റ്മോസ്ഫിയർ കൊടുത്തു. ഫുള്ളൊന്ന് പെയിൻ്റ് അടിച്ച് അതുപോലെ മാറ്റൊക്കെ ഒട്ടിച്ച്, പിന്നെ അതുപോലെ എൻ്റെ പകുതി സ്പേസ് ഇപ്പോൾ വെറുതെ കിടന്നുകൊണ്ട് നമ്മൾ നമ്മുടെ സ്റ്റോറാക്കി. എന്തായാലും നമ്മളവിടെ റെൻറ്റ് കൊടുക്കുന്നുണ്ട്, അപ്പം എന്തുകൊണ്ട് നമുക്ക് സ്റ്റോറാക്കിക്കൂടാ? നമ്മുടെ കുറച്ച് കളക്ഷൻസും കൂടെ അവിടെ വെച്ചാൽ അത് നമുക്കൊരു റവന്യൂ ആണ്. നമുക്ക് ധാരാളം കസ്റ്റമേഴ്സ് പുളിയമ്മല, നെടുങ്കണ്ടം, കുമളി റൂട്ടിലൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെയും കൂടെ ചെയ്തുവിടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഷെൽഫ് അടിക്കാനായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഡ്രസ്സ് കൊണ്ടുപോയി വെക്കുകയും ചെയ്യുന്നത് കേട്ടോ. ഗ്ലാസ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ പെട്ടെന്ന് ഫീൽ ആകുമായിരുന്നു. പക്ഷേ ഡ്രസ്സ് കൊണ്ടുപോയി വെക്കുമ്പോൾ എത്ര കൊണ്ടുപോയി വെച്ചാൽ അത് ഒത്തിരി അങ്ങ് ഫില്ലാവില്ല. അതുപോലെ നല്ല സ്പേസ് ഉണ്ട് ആ ഒരു ഗ്ലാസ്സിന്. കണ്ടോ അതിൻ്റെ തറയൊക്കെ കിടക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുറേ മെനക്കെട്ട് റെഡിയാക്കി സെറ്റ് ചെയ്യായിരുന്നു. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1.25 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്ത് കാറിന് ട്രാവലിംഗ് ഈ ഒരു പ്ലേസിലേക്കുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്റ്റാഫിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിവാ ബേബി പതിയെ അങ്കൻവാടിയിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വാശിയും കുറുമ്പുമാണ് അങ്കൻവാടി പോകാൻ, നല്ല മടിയാണ്. കാരണം കുറേ പാമ്പർ ചെയ്ത് വളരുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ അവൾക്ക് പുറത്ത് ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കമ്പൽസറി ആയിട്ടും വിട്ട് ശീലിപ്പിക്കുകയാണ്. കാരണം അടുത്ത വർഷമാണെങ്കിലും LKG പോകാൻ പ്രായമായി, 3.5 വയസ്സായി നിവായ്ക്ക്. അപ്പം നിവായുടെ അങ്കൻവാടിയിലെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ്റെ വീഡിയോസ് ആട്ടോ കുറച്ച് ഷോർട്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി നമ്മൾ മെർജ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. കുറേ നാൾ കഴിയുമ്പം അവൾക്കും ഈ വീഡിയോസൊക്കെ കാണുമ്പം ഓർമ്മ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലൊക്കെ നമ്മുടെ ഡ്രസ്സിൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ നിവ ക്ലോത്ത് സ്റ്റോർ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. നിവയുടെ തന്നെ പേരിലാണ് നമ്മൾ നമ്മുടെ DTDC ഓഫീസും പുളിയമലയിലെ സ്റ്റോറും അതുപോലെ നമ്മുടെ ക്ലിനിക്കും എല്ലാം നിവയുടെ പേരിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സെർച്ച് ചെയ്യാൻ എളുപ്പമുണ്ട്. നിവ ക്ലോത്ത് സ്റ്റോർ എന്ന് സെർച്ച് ചെയ്താൽ മതി. കുറേ ആളുകളൊക്കെ തന്നെ നമ്മുടെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതും ഭയങ്കര ഹാപ്പി ആട്ടോ. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത് സന്തോഷമാണ്, പക്ഷേ അതിലേറെ സന്തോഷമാട്ടോ ഷോപ്പിൽ. അപ്പോൾ അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനിയുണ്ട്. എല്ലാം വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ അതിനുശേഷം നിവാടെ ഓണം സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്കൻവാടിയിൽ ഓണം സെലിബ്രേഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും കുറേ ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓണത്തിന് അവൾക്ക് നമ്മുടെ എന്താ പറയുക ഒരു പട്ടുപാടയും ബ്ലൗസൊക്കെ നമ്മുടെ ചേച്ചി തയ്ച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ടാണ് പാർട്ടി ഒരുങ്ങുന്നത് കേട്ടോ. മുല്ലപ്പൂ സഹിതമാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് അവൾ എന്തിട്ട് അങ്കൻവാടിയിൽ ഇട്ടുകൊണ്ട് പോകും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ ടെൻഷനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കറക്റ്റ് സമയത്തിന് ആ ഒരു ചേച്ചി നമുക്ക് സർപ്രൈസായിട്ട് ഇതെല്ലാം തയ്ച്ച് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയില്ല, ഒരു ഓണത്തിൻ്റെ ഫീല് വരുന്നുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് അങ്കൻവാടി പോയപ്പോൾ. കാരണം എനിക്ക് ഈ സമയത്ത് നല്ല തിരക്കായിരുന്നു, ഓണത്തിൻ്റെ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവളുടെ കൂടെ അങ്കൻവാടിയിൽ പഠിക്കുന്ന ഫ്രണ്ട്സാട്ടോ. അങ്കൻവാടി ടീച്ചറും ഒക്കെ നല്ല ആളുകളാണ്. ഭയങ്കര നീറ്റായിട്ടാണ് ഞാൻ നോക്കുമ്പോൾ എല്ലാം കുട്ടികളെ കെയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയും നന്നായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നിവയുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവരെല്ലാവരും തന്നെ. അവൾക്ക് കൂട്ടുകൂടാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ തന്നെ പോയിരിക്കാനാണ് നല്ല മടി കേട്ടോ. അങ്കൻവാടിയിൽ കുറച്ച് മിഠായിവർക്ക് മത്സരം കേട്ടോ. നമ്മുടെ ചെറുപയർ ഇട്ടിട്ട് പെറുക്കുക എന്നുള്ള മത്സരമായിരുന്നു. പക്ഷെ നിവയുടെ കയ്യിലെ ചെറുപയർ എന്തിനാ കിട്ടുന്നുണ്ടായില്ല. കണ്ടോ ഇങ്ങനെ ഇട്ട് എല്ലാവരും ഓരോ ഗ്ലാസും പിടിച്ച് പെറുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ കയ്യിൽ അത് കിട്ടുന്ന ഭയങ്കര പാടായിരുന്നു. അവൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് പെറുക്കുന്നത്. ഞാൻ പെറുക്കെന്ന് പറയുമ്പോൾ ഓരോന്ന് പെറുക്കി വിടുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നിവ 48 ചെറുപയറായിട്ടേ പെറുക്കുകയുള്ളൂ. അവളുടെ കുഞ്ഞി കൈക്ക് അത്രേ പറ്റുകയുള്ളൂ. പക്ഷേ 140 കൂട്ടി പെറുക്കിയ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. നിവ ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു പെറുക്കുന്നത്. പക്ഷേ നമ്മൾ കസേരകളിൽ അവൾ നമ്മളെ ഞെട്ടിച്ചു. കസേരകളിൽ അവൾക്ക് ഏകദേശം 3rd സൈതം ഉണ്ടായിരുന്നു. ഫസ്റ്റിന് സെക്കൻഡിന് സമാനമുള്ളൂ കസേരകളിക്ക്. പക്ഷേ അവൾ 3rd പൊസിഷൻ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇതും അവളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അവളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അവളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തേയില്ല. ആൾ യൂഷ്വലി അങ്കൻവാടി കാണുമ്പം കാറി മൂങ്ങി തോളേന്ന് ഇറങ്ങാൻ നിൽക്കുന്ന ആളാണ്. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അവൾ അന്നത്തെ ദിവസം ആ കരച്ചിലും പിഴിച്ചിലൊക്കെ മാറ്റി വെച്ചിട്ട് കറക്റ്റായിട്ട് മത്സരത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നേ. കസേരകളി അവൾ ആദ്യമായിട്ടാണ് നമ്മൾ അവിടെ വെച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തു ബെല്ലടിച്ച് കഴിയുമ്പോൾ നിർത്തിയിട്ട് ഇരിക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അവൾ അതനുസരിച്ച് കറക്റ്റായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നേ. നല്ല രസമുള്ള എന്താ പറയുക ഫസ്റ്റ് ടൈം അവളുടെ ഈ കളികളും പരിപാടികളൊക്കെ ഫസ്റ്റ് ടൈം നടക്കുന്നുണ്ട്. ഇതൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട്. കുറേ വർഷം കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഷൂട്ട് ചെയ്ത് അതേപോലെ അപ്ലോഡ് ചെയ്ത് വിടുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവളിങ്ങനെ കസേരയിലേക്ക് ഇരിക്കുന്നതൊക്കെ എന്നെ സംബന്ധിച്ചൊരു അത്ഭുതമായിരുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നോർമലി അവളുടെ ബിഹേവിയർ അവൾ ഇവിടെ വരുമ്പം നമ്മുടെ തോളിൽ നിന്ന് ഇറങ്ങാതെ അങ്ങനെ മാറി നിൽക്കും. പക്ഷേ ഇന്ന് ഗെയിംസൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്കത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നേ.
ഇപ്പോൾ കസരകളിയാണ് കുഞ്ഞു മക്കളായതുകൊണ്ട് ഔട്ടായവരും പുറകെ ഓടുന്നുണ്ടായിരുന്നു. അതൊക്കെ അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഓടുന്നുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് 3rd പൊസിഷനിൽ വേണ്ടിയുള്ള മത്സരം കേട്ടോ. ഇത്തവണ അവൾ ഔട്ടാവും. അവൾ പെട്ടെന്ന് ഓർത്ത് ഇരുന്നില്ല, ജസ്റ്റ് ഓടി ഓടി പോകുന്നുള്ളായിരുന്നു. ആദ്യത്തെ ആ ഒരു ശുഷ്കാന്തി ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അവൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഇരിക്കണോ വേണ്ടയോ ഇങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുമായിരുന്നു. കുഞ്ഞു മക്കളായതുകൊണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, ലൈഫിലൊരു എക്സ്പീരിയൻസ് ആണ്. തുടക്കമാണ്, വിജയവും പരാജയമൊക്കെ എല്ലാത്തിൻ്റെ അകത്തും ഉണ്ടാവും. കണ്ടോ, ആൾ ഔട്ടായി പോയി. പിന്നെ ലാസ്റ്റത്തെ റൗണ്ടാട്ടോ നടക്കുന്നത്. അടുത്ത മത്സരം സുന്ദരിക്ക് പൊട്ടുതൊടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ സുന്ദരീനെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും നെറ്റിയുടെയൊക്കെ അങ്ങേയറ്റത്തും മൂക്കിൻ്റെ താഴത്തും ഒക്കെയാണ് പൊട്ട് തൊട്ടുകൊണ്ടിരുന്നത് കേട്ടോ. നിവ ഇങ്ങനെ പൊട്ടുവിടാനൊക്കെ കോപ്പറേറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, കാരണം ഇങ്ങനെ കണ്ണൊക്കെ കെട്ടി. പക്ഷെ അവൾക്കത് വലിയ താല്പര്യമില്ലായിരുന്നു. കണ്ണ് കെട്ടിയത് അവൾ അഴിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പൊട്ട് തൊടുന്ന സമയത്ത്. കണ്ണ് തുറന്നിട്ട് പോലും നമ്മുടെ കുഞ്ഞു മക്കളല്ലേ, അവർ പൊട്ട് കുത്തുന്ന പല സൈഡിലായിരിക്കും. അവർക്ക് അങ്ങനെ അറിയില്ലല്ലോ എവിടെ പൊട്ട് കുത്തണ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. കണ്ടോ, ഓരോരുത്തരും അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തൊക്കെ ആയിട്ടാണ് പൊട്ട് കുത്തുന്നത്. നിവ പൊട്ട് കുത്തിയത് ഏറ്റവും നെറ്റിയോട് ഏറ്റവും ഇങ്ങേയറ്റത്തോട് ചേർത്തിട്ടാണ്. അപ്പോൾ അവൾക്കാണ് സുന്ദരിക്ക് പൊട്ടുതൊടിയിലിന് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഏറ്റവും ഇങ്ങേയറ്റത്തായിട്ട് വരച്ച് വെച്ചിരിക്കുന്നതാണ് നിവയുടെ പൊട്ട്. അപ്പം ആ ഒരു പൊട്ടിനാണ് ഫസ്റ്റ്. അപ്പം നിവയുടെ ലൈഫിൽ ആദ്യത്തെ മത്സരങ്ങളിൽ ഏകദേശം ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സുന്ദരിക്ക് പൊട്ടുതൊടിയിലാണ്. ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് അടുത്തൊരു ഫംഗ്ഷനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അത് നമുക്ക് സന്തോഷമാണ്, കാരണം നമ്മുടെ കുഞ്ഞുമക്കൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആദ്യത്തെ മത്സരത്തിന് അവർക്കൊരു സമ്മാനം കിട്ടും. നമ്മളെ സംബന്ധിച്ച് ഹാപ്പിനെസ് ആണ്. അതിനുശേഷം നമുക്ക് ഓണസദ്യ ഉണ്ടായിരുന്നു. 10ഓളം കറികളൊക്കെ കൂട്ടിയുള്ള ഓണസദ്യയാണ്. എന്തൊക്കെയോ പാർട്ടി ഇരുന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയമായപ്പോഴത്തേക്കും അവളുടെ പട്ടുപാവാടയൊക്കെ വലിച്ച് കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറ്റി നമ്മൾ വേറെ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഓൾ.